ഇന്നലെ വൈകിട്ടും അച്ഛൻ രണ്ട് കൂരുത്തേൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇത് വെട്ടി കറി വെച്ച് കഴിക്കാതെ എനിക്ക് സമാധാനമാകത്തില്ല. അതുകൊണ്ട് മടിയൊന്നും പിടിച്ചിരിക്കാതെ ഞാൻ വേഗം വന്ന് മീൻ അങ്ങ് വെട്ടി ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ രാവിലെ മീൻ മുറിച്ച് കറി വെക്കുന്നതിനേക്കാൾ സ്പീഡ് രാത്രിയിൽ മീൻ മുറിച്ച് കറി വെക്കുന്നതിനാണ്. എനിക്ക് ഇത്തിരി ഇഷ്ടം കൂടുതലും രാത്രി പാചകമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രിയിൽ ഈ കറി വെപ്പ് അത്ര മടിയുള്ള കാര്യമൊന്നുമല്ല, ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മീനൊക്കെ വേഗം വേഗം വെട്ടി സെറ്റാക്കി ഇങ്ങെടുത്ത് മീൻ മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും മീൻ മുറിക്കുന്ന ആ തടി ഉണ്ടല്ലോ, അതിൻ്റെ മേലെ മൊത്തം ആ മീൻ്റെ ആ വെള്ള നിറവായിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കഴുകിയിട്ട് ആ തടിയിൽ തന്നെ മീനൊന്ന് ഉരച്ച് കൊടുത്തായിരുന്നു. ഈ തടി പരപരപ്പുള്ളതായതുകൊണ്ട് മീൻ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ മീൻ്റെ അഴുക്കെല്ലാം പെട്ടെന്ന് അങ്ങ് പോവേ. പിന്നെ ഞാൻ മീൻ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മീൻ മുറിച്ച കിച്ചണുണ്ടല്ലോ അവിടവും അങ്ങ് കഴുകി വൃത്തിയാക്കിയെടുത്ത് പിന്നെ കുക്കിംഗ് ആയിരുന്നു. ആദ്യം ഉള്ളിയൊക്കെ പൊളിച്ചെടുത്ത് വെളുത്തുള്ളിയൊക്കെ എടുത്ത് നേരെ മുളക് വറുത്ത് ചട്ടി അടുപ്പിൽ വെച്ച് ഭയങ്കര ജോലിയായിരുന്നു കേട്ടോ. കണ്ടില്ല ഞാൻ ഓടി നിന്ന് ജോലി ചെയ്യുന്നത്. ഞാൻ തന്നെ വറുത്ത് വെച്ച മുളകൊക്കെ മിക്സിയുടെ ജാറിലാക്കി അത് അരച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് തന്നെ ഉപ്പിട്ട് പുളി എടുത്തപ്പോൾ ഒന്നെൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ പറക്കിയെടുത്ത് കഴുകിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീൻ കഷ്ണം അതിലേക്കിട്ട് നമ്മൾ ആ ഒഴിച്ചെടുത്ത് അരപ്പില്ലേ അതിനകത്തത് ഒന്ന് നികന്ന് കിടക്കുന്ന പരുവത്തിലാക്കി ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമ്മുടെ മീനങ്ങ് അടച്ച് വെക്കും കേട്ടോ. പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി ഇത് തിളച്ച് വറ്റി വരണം, അപ്പോഴേക്കും മീൻ കറി സെറ്റാവും. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല വേണ്ട വറ്റി വന്നപ്പോഴേക്കും മീൻ കറി സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറിക്ക് കേട്ടോ. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. അവിടെ ആയിരുന്നു ട്വിസ്റ്റ്. ഭയങ്കര തണുപ്പായിരുന്നു. തണുത്തിട്ട് എൻ്റെ പല്ല് കടകടാന്നിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുപ്പ് കത്തിയിരുന്നത് കൊണ്ട് ഞാൻ ചൂട് പിടിച്ച് രക്ഷപ്പെട്ടെന്ന് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്ത് തണുപ്പാന്ന് പറഞ്ഞാലും എൻ്റെ മീൻ കറിയും കൂട്ടി ഒരിത്തിരി ചോറ് കഴിച്ചിട്ടെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും കുറച്ച് മീനും ഒക്കെ എടുത്ത് അതങ്ങ് കഴിച്ചേ. സത്യം പറഞ്ഞാലോ നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണുന്നവരത്തേക്കും ടാറ്റാ.